UN പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധം. നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റതോടെയാണ് പ്രതിഷേധം ഉയർന്നത്. നെതന്യാഹു സംസാരിക്കുമ്പോൾ ഒരു ഭാഗത്ത് അദ്ദേഹത്തിനെതിരെ കൂക്കുവിളികൾ ഉയർന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. പ്രതിഷേധിച്ചവരിൽ അറബ്, മുസ്ലിം, ആഫ്രിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. ഈ സമയത്ത് മറ്റൊരു കോണിൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്നവർ കൈയടിച്ചു. പ്രസംഗത്തിൽ പലതവണ നെതന്യാഹു ട്രംപിനെ പ്രശംസിച്ചു. ലോക നേതാക്കൾ പക്ഷപാതത്തോടെ പെരുമാറുന്നതായി നെതന്യാഹു കുറ്റപ്പെടുത്തി. ഇവർ മാധ്യമങ്ങൾക്കും തീവ്ര ഇസ്ലാമിക പക്ഷക്കാർക്കും വഴങ്ങുകയാണെന്നും നെതന്യാഹു കുറ്റപ്പെടുത്തി. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഫ്രാൻസും UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ തീരുമാനത്തെ നെതന്യാഹു വിമർശിച്ചു. തികച്ചും ഭ്രാന്തമായ തീരുമാനമെന്നാണ് നെതന്യാഹു ഇതിനെ വിശേഷിപ്പിച്ചത്. ഇത് ഇസ്രായേലിന് അംഗീകരിക്കാനാവില്ലെന്നും നെതന്യാഹു പറഞ്ഞു. ഗസയിലെ ആക്രമണങ്ങളെ UN നെതന്യാഹു ന്യായീകരിച്ചു. ഹമാസിൻ്റെ ഭീഷണി അവസാനിക്കും വരെ യുദ്ധം തുടരും. ഇറാൻ ഭീഷണിയാണ്. വരും വർഷങ്ങളിൽ മിഡിൽ ഈസ്റ്റ് പൂർണ്ണമായും പുതിയ രൂപത്തിലാക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രായേൽ ജനത ബന്ദികൾക്കൊപ്പമാണ്. ഹമാസ് തടവിലാക്കിയ ബന്ദികളെ ഇസ്രായേൽ മറന്നിട്ടില്ല. ഹമാസ് ബന്ദികളെ മോചിപ്പിക്കണം. ആയുധങ്ങൾ താഴെ വയ്ക്കണം. അതുവരെ ഇസ്രായേൽ തിരിച്ചടി തുടരും. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് കൂടുതൽ ആക്രമണങ്ങളിലേക്ക് നയിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. അതിനിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ഭയന്ന് US യാത്രയിൽ നെതന്യാഹു റൂട്ട് മാറ്റിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നെതന്യാഹു US യാത്രയിൽ യൂറോപ്യൻ വ്യോമാതിർത്തികൾ ഒഴിവാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറണ്ട് അനുസരിച്ച് നെതന്യാഹു കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. I24 ന്യൂസ് ചാനലാണ് നെതന്യാഹു റൂട്ട് മാറ്റിയാണ് സഞ്ചരിച്ചതെന്ന വിവരം പുറത്തുവിട്ടത്. നെതന്യാഹുവിൻ്റെ വിമാനം ഫ്രഞ്ച് വ്യോമാതിർത്തി പൂർണ്ണമായും ഒഴിവാക്കിയാണ് പറന്നത്. ഗ്രീസും ഇറ്റലിയും ഒഴികെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ മുകളിലൂടെ വിമാനം കടന്നുപോയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സാധാരണഗതിയിൽ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിലൂടെയാണ് വിമാനം പറക്കേണ്ടത്. എന്നാൽ വിമാനം മെഡിറ്ററേനിയൻ കടലിനും ജിബ്രാൾട്ടർ കടലിടുക്കിനും മുകളിലൂടെ മാത്രമാണ് പറന്നത്. ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റുകളും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. 2024 ജനുവരിയിലാണ് ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി ഗോവ് യാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുന്നതിനും വൈറ്റ് ഹൗസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനു വേണ്ടിയാണ് വ്യാഴാഴ്ച പുലർച്ചെ നെതന്യാഹു US പുറപ്പെട്ടത്. എന്നാൽ സഞ്ചാരപാത മാറ്റിയത് സംബന്ധിച്ച് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല.